കഴിഞ്ഞ ഒരു അരമണിക്കൂറായി നമ്മുടെ സലിലിനെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഞങ്ങളോടൊപ്പം പാടിയും ആടിയും ഇങ്ങനെ തകർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നോക്കൂ സലിലൻ ചേട്ടാ, ലൈവായിട്ട് പോവാണ്. വലിയൊരു ഒരു പ്രേക്ഷക സമൂഹം അല്ലേ കൃഷ്ണരാജ്? വലിയൊരു പ്രേക്ഷക സമൂഹം ഇത് കാണുകയാണ്. അതുകൊണ്ട് കലാഭവൻ മണിച്ചേട്ടൻ്റെ അദ്ദേഹം അവതരിപ്പിച്ച ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു പാട്ട് താങ്കളൊന്ന് അവതരിപ്പിക്കണം. ഈ ഒരു വേദി അടിച്ചുപൊളി പാട്ടാണ് വേണ്ടത്. ഈ ഒരു വേദി നമുക്ക് സാർത്ഥകമാക്കാൻ വേണ്ടി ശ്രീ സലിലൻ ഇതാ ഞങ്ങളോടൊപ്പം ഉണ്ട്. സലിലൻ ഒരുപാട് കേരളത്തിനകത്തും പുറത്തും നമ്മുടെ ഒരു കുട്ടി അക്ഷരശ്ലോകം മലയാളത്തിലും സംസ്കൃതത്തിലും 1ാം സമ്മാനം നേടിയ ആളാണ്. അപ്പോൾ ആ കുട്ടിക്ക് പോകാൻ അല്പം തിലക്കുണ്ട്. അപ്പോൾ സലിലൻ ആ സമയത്ത് റെഡിയാവും. അപ്പോൾ നമുക്ക് ഇത് കേൾക്കാം. ഓക്കെ, നമ്മളെ പേരെന്താണ്? സായി നന്ദ. ഏത് സ്കൂളാണ്? ജില്ല? കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന് അക്ഷരശ്ലോകം അതിൽ സംസ്കൃതത്തിലും മലയാളത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കി. അപ്പോൾ മോളെ നമുക്ക് മലയാളത്തിലെ ഒരു ഭാഗം കേൾക്കാം എന്ന് തോന്നുന്നു. മലയാളം. ധാടിയേറുമരുണാദ്രിയും ധവളധാരതീർക്കുമലയാഴിയും മോടിയോടെ നവകാഞ്ചനദ്യുതിയണിഞ്ഞിടുന്ന പുലർവേളയും പാടിടും കുയിലുമാടിടും മയിലുമോടിടും മദമരാളവും കൂടിടും നനഘകാന്തിയോടെ യതിവശ്യമാമരിയ കേരളം. ശരി, അപ്പൊ മോളുടെ പേരെന്നോട് പറയോ? സായി നന്ദ. മനോഹരമായി അവതരിപ്പിക്കുക മാത്രമല്ല, രണ്ടിനങ്ങളിലാണ്, മലയാളത്തിലും സംസ്കൃതത്തിലും രണ്ടും ഒരുപോലെ വഴങ്ങണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കണം അല്ലേ? ഒരുപാട് പഠിച്ചു വെച്ചാൽ മാത്രമാണ്. എന്തായാലും മലയാളത്തിലും സംസ്കൃതത്തിലുള്ള ഈ താല്പര്യം എന്നും നിലനിർത്തണം. കേരളത്തിലെ ഏക ചാനലാണ് സംസ്കൃതം വാർത്ത. കാണാറുണ്ടോ അത്? ജനം TV ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 15 മിനിറ്റ് സംസ്കൃത വാർത്തകൾ എല്ലാ ദിവസവും 4:45 ആദ്യ വാർത്ത വായിച്ച ആരാന്നറിയോ? ആദ്യ വാർത്തയുടെ സ്വിച്ച് ഓൺ നിർമ്മിച്ച ആരാന്നറിയോ? മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ആദ്യ സംസ്കൃത വാർത്ത വായിച്ച ആരാന്നറിയോ? മലയാളത്തിന്റെ മറ്റൊരു മഹാനടൻ മോഹൻലാൽ. 10 വർഷമായി സംസ്കൃത വാർത്തകൾ എല്ലാ ദിവസവും വൈകുന്നേരം 4:45 മുതൽ 5 മണി വരെ 15 മിനിറ്റ് നേരം ജനം TVയിൽ ഉറപ്പായും എല്ലാ ദിവസവും ഉണ്ടാവും. അത്രയ്ക്ക് വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകും. സംസ്കൃതത്തിന് അത്രത്തോളം പ്രാധാന്യമാണ് ഞങ്ങൾ നൽകുന്നത്. മലയാളത്തിലെ മറ്റൊരു ചാനലും അങ്ങനെ ഒരു പ്രാധാന്യം നൽകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കുകയാണ്, അഹങ്കരിക്കുകയാണ്. വളരെയധികം നന്ദി. എവിടെയാണ് സലിലൻ? ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ പോവാനാ? തൃശ്ശൂര് ഉത്സവങ്ങളുടെ നാടാണ്, പൂരത്തിന്റെ നാടാണ്, കലോത്സവത്തിന്റെ നാടാണ്. നമ്മൾ തുടക്കം മുതൽ ജനം TV മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാക്കുണ്ട്. ഈ കലോത്സവം തുടങ്ങിയ ദിവസം മുതൽ ഇതൊരു ഉത്സവമാണ്, മത്സരമല്ല. മത്സരമാകാൻ പാടില്ല. എല്ലാ കുട്ടികളും വന്ന് പങ്കെടുക്കണം. അതിൽ കുറച്ച് കഴിവ് കൂടിയവർ ഉറപ്പായും സംസ്ഥാന തലം വരെ എത്തണം. അവരുടെ മികവ് കാണണം. അതിന്റെ ആവർത്തനം ഉണ്ടാകണം. അതിങ്ങനെ തുടർന്നു പോകണം. അപ്പോൾ നല്ല കലയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, അത് ആസ്വദിക്കുന്നവരാണ്, അത് ആഘോഷിക്കുന്നവരാണ് തൃശ്ശൂർക്കാരെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കൃഷ്ണരാജെ, വേദിയിൽ പെർഫോം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടെ ഞങ്ങളുടെ പവലിയന് മുന്നിൽ വന്ന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയും പ്രേക്ഷകരുടെ ഒരു അംഗീകാരം, പ്രേക്ഷകരുടെ ആ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നു. അതിന്റെ ഒരു ഓളത്തിൽ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. കിട്ടുന്ന നിമിഷങ്ങളൊക്കെയും അവസരം കിട്ടുമ്പോഴൊക്കെയും ആഘോഷിക്കണം, ആസ്വദിക്കണം. അതാണല്ലോ നമ്മൾ ഈ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിനെ കണ്ടിട്ടില്ലേ? ഒരു സെക്കൻഡ് നിമിഷം അവർക്ക് ആസ്വദിക്കാൻ കിട്ടിയാൽ അവരത് ആഘോഷിച്ചിരിക്കും. അതുപോലെയാണ് തൃശ്ശൂർ. ആഘോഷിക്കേണ്ട സമയങ്ങളെ ആഘോഷിച്ച് ആരവങ്ങൾക്ക് നടുവിലൂടെ നടന്ന് അവരെങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷേ തൃശ്ശൂരുകാരെ കുറിച്ച് എനിക്കൊരു പരാതിയുണ്ട്. ഞാൻ കൃഷ്ണരാജ വൈകുന്നേരം തൊട്ട് ഇതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. വൈകുന്നേരം ഉച്ച തൊട്ട് നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു ആവേശം തൃശ്ശൂരുകാർ സാധാരണ എല്ലാത്തിലും പൂർണ്ണമായും അവരുടെ പങ്കാളിത്തം അറിയിക്കാറുണ്ട്. പക്ഷെ പൂരത്തിലാവട്ടെ എല്ലാത്തിലുമാവട്ടെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും
അവർ പൂർണ്ണമായും നിറഞ്ഞ് ആടാറുണ്ട്. പക്ഷേ ആ ഒരു ആട്ടം ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സലിലൻ വീണ്ടും പെർഫോം ചെയ്യാൻ പോവാണ്. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് നമ്പർ സ്ത്രീകളടക്കം ഇതിൽ പൂർണ്ണമായും അവരുടെ പങ്കാളിത്തം അറിയിക്കണം, അല്ലെ തൃശ്ശൂരിന് നാണക്കേടാണ്. കാരണം കലാഭവൻ മണി പുനരവതരിപ്പിക്കപ്പെടുകയാണ് സലിലൂടെ. അപ്പൊ മണിച്ചേട്ടൻ ഇതെല്ലാം ഇതാ അവിടെ ഇരുന്ന് അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളാണ് അറിയിക്കേണ്ടത്, ഞങ്ങളുണ്ട് മണിച്ചേട്ടനോടൊപ്പം ഇപ്പോഴും ഞങ്ങളുണ്ട് എന്ന് നിങ്ങളാണ് അറിയിക്കേണ്ടത്. ഈ സദസ്സിന് ആബാലവൃദ്ധം എല്ലാവരും ഉണ്ട്. സ്ത്രീകളുടെ പങ്കാളിത്തം, പുരുഷന്മാരുടെ പങ്കാളിത്തം. ഡാൻസ് കളിക്കാൻ ഒരുത്തൻ റെഡിയായി നിൽപ്പുണ്ട്. മോന്റെ പേരെന്താ? നീരവ്. എവിടുത്തെ? തൃശ്ശൂരാണോ? അപ്പൊ പിന്നെ പറയണ്ടല്ല, തൃശ്ശൂര്. മക്കളൊന്നും ഇങ്ങോട്ട് വന്നേ, എല്ലാ മക്കളും ഇങ്ങോട്ട് നിങ്ങളാണ് ധൈര്യമായിട്ട് പോന്നു. അപ്പോ തുടങ്ങാം. ഫാസ്റ്റ് നമ്പർ. ഇത്രയും നേരം എന്നോട് താടുകയും പാടുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഒട്ടുക്കത്തെ പാട്ടിലേക്ക് ഞാൻ പോവാട്ടെ ഇന്ന്. അല്ല, ഇനി ദയവ് ചെയ്ത് പാട്ട് പാടാൻ പറയരുതേ എന്നാണ്. കുഴപ്പമുള്ളൂ, ഇംഗ്ലീഷ് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ ലാസ്റ്റ് പാട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, അവിടെ റെഡി ആണെങ്കിൽ നമുക്കാണ്ട് തുടങ്ങിക്കോ. ഇത് ലൈവാണ്, ലൈവാണ്, തത്സമയ സംപ്രേഷണമാണ്. പ്ലീസ് പ്രേക്ഷകർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരുകാർ മറക്കരുത്. കലാഭവൻ മണിച്ചേട്ടൻ ഇതാ മേലെ നിന്ന് നോക്കുകയാണ്. கொஞ்சம் கோட்டு கொஞ்சம் கோட்டு അമ്പിരി കുട്ടിക്ക് മാറ്റാം അമ്പിരി കുട്ടിക്ക് മാറ്റാം തപ്പ് വേണം തപ്പ് വേണം. പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈക്കോട്ട് പെണ്ണെ കൈക്കോട്ട് പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈക്കോട്ട്. എല്ലാരും എന്റെ കണ്ണീര് കൂട്ടിരി കിട്ടുമ്പം പകിരിയും വേണോ. നിന്റെ കണ്ണീര് പൂത്തിരി കത്തുമ്പം പകിരിയും മത്താപ്പും വേറെ വേണോ. കുട്ടീരൻ പുഞ്ചിരിയുള്ളപ്പോൾ വാനത്താരപ്പിള്ളി വേറെ വേണോ. കുട്ടീരൻ പുഞ്ചിരിയുള്ളപ്പോൾ വാനത്താരപ്പിള്ളി വേറെ വേണോ. വാനത്താരപ്പിള്ളി വേറെ വേണോ. Ready? ൊരു മുങ്ങേലി പെണ്ണീരി കങ്ങവാലം കായലിൽ തുള്ളാട്ടം.
കാട്ടിൽ ഒരു നീരി പെഞ്ഞിരി കാവനം ആയിട്ടുള്ളാട്ടം പുണ്ണിയുടെ പുള്ളപ്പുള്ളോരൻ തുമ്പിക്ക് പുണ്ടവാരം പത്തനാട്ടോ പുള്ളിയുടെ പുള്ളപ്പുള്ളോരൻ തുമ്പിക്ക് പുണ്ടവാരം പത്തനാട്ടോ പുണ്ടവാരം പത്തനാട്ടോ ആരോ ആരോ കുട്ടിക്ക് മാറ്റുണ്ടായ നാദസ്വരം വേണം തകില് വേണം പിന്നെ ശാന്തി വേണം നാദസ്വരം വേണം തകില് വേണം പിന്നെ ശാന്തി തപ്പ് വേണം കൊട്ടു പെണ്ണുകൾ കൊട്ടു പെണ്ണി കൊട്ടി കൊട്ടു പെണ്ണുകൾ കൊട്ടു പെണ്ണി കൊട്ടു കൊട്ടു ഒന്നും പറയാ കൊട്ടു പെണ്ണുകൾ കൊട്ടു പെണ്ണി കൊഞ്ചു എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ശുഭരാത്രി. നിദ്ര. ഇതാണ് ആഘോഷം. ആഘോഷം അവസാനിക്കുന്നു. തൃശ്ശൂരുകാർ ആസ്വദിക്കുന്നവരാണെന്ന് ഇനിയൊരു തെളിവ് വേണോ? യെസ്, എന്തായാലും അപ്പൊ നമുക്ക് എന്റെ ഒരു അപേക്ഷ അത് സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ അത് അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്നുള്ളതാണ്. അത് പ്രത്യേകം സ്ത്രീകൾ